നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു കഥയാണ് ആമയും മുയലും ഓട്ടപ്പന്തയം നടത്തിയ കഥ. പാതി വഴിയിൽ മുയൽ ഉറങ്ങിപ്പോയതുകൊണ്ട് മാത്രം വിജയിയായ ആമയുടെ കഥ. ആ കഥ ഇന്നാണ് നടന്നതെങ്കിലോ? നമുക്കതൊന്ന് കേട്ടു നോക്കാം. ആമയും മുയലും കൂടി ഓട്ടമത്സരം നടത്താൻ ആരംഭിച്ചു. ആമ പറഞ്ഞു, പരുന്തൻപാറ മുതൽ കിങ്ങിണിക്കാട് വരെ നമുക്ക് ഓടാം. ഇത് കേട്ടപ്പോൾ മുയൽ പറഞ്ഞു, ഇതൊരുപാട് ദൂരമുണ്ടല്ലോ, എനിക്കാണെങ്കിൽ വഴിയും അറിയില്ല. എങ്കിലും സാരമില്ല, ഞാൻ തയ്യാർ. നല്ല അഹങ്കാരത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുയൽ മറുപടി പറഞ്ഞു. അങ്ങനെ മത്സരം തുടങ്ങി. പക്ഷേ ഈ മത്സരത്തിലും വിജയിച്ചത് ആമ തന്നെയാണ്. അതെങ്ങനെയാണെന്നോ? കുറേ ദൂരം ഓടിയപ്പോൾ വഴി തെറ്റിയ മുയൽ പിന്നീട് ഗൂഗിൾ മാപ്പ് നോക്കി ഓടാൻ ആരംഭിച്ചു. ഗൂഗിൾ മാപ്പ് നോക്കി ഓടിയപ്പോഴോ മുഴുവൻ വഴിയും തെറ്റിപ്പോയി. അങ്ങനെ ഒരുപാട് സമയത്തിനും തിരച്ചിലിനും ശേഷമാണ് മുയലച്ഛന് ഫൈനൽ പോയിന്റ് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോഴേക്കും നമ്മുടെ ആമച്ചാർ അവിടെ എത്തി വിജയിയായിരുന്നു. അങ്ങനെയാണ് ആമച്ചാർ വിജയിച്ചത് എന്നു കരുതി ആമച്ചാർ മുയലച്ഛനെ കൂടെ കൂട്ടാതിരുന്നില്ല കേട്ടോ. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി തന്നെ തുടർന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മളും. ഒരു മത്സരവും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു മത്സരത്തിൽ തോറ്റാലും വിജയിച്ചാലും സുഹൃത്തുക്കൾ തന്നെയാണ്. വിജയിച്ചവർ ആണെങ്കിൽ അതിൻ്റെ അഹങ്കാരം കാണിക്കാനും പാടില്ല. തോറ്റവരെയാണെങ്കിലോ നമ്മൾ ചേർത്ത് നിർത്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്താനായി ശ്രമിക്കണം. നമുക്കിനി അടുത്ത കഥയുമായി കാണാം. ഇതുപോലെയുള്ള കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.